കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ പി ജി, അതായത് റിബിൾ ദാസിനെ തങ്കച്ചൻ പി ജി അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്ക് ആരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനും രാഹുൽ ദാസുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണ്. കുറച്ച് മുന്നേ നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു രേണു സുധിയുടെ വീട്ടിലെങ്ങാണ്ട് പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് ആരോ പോയി വീഡിയോ എടുത്തതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നേരെ കംപ്ലീറ്റ്ലി പ്ലേറ്റ് അങ്ങ് മാറ്റി. അതായത് ഇപ്പം ആരെ പറ്റിയും കുറ്റം പറയേണ്ട, യൂട്യൂബേഴ്സ് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് കിച്ചുമായിട്ട് യാതൊരുവിധ ഇഷ്യൂ ഇല്ല. ഇതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. ഈ അച്ഛൻ ഒരു നിലപാടുമില്ലാത്ത രീതിയിലാണ് ഈ പുള്ളി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രേണു സുധിയും ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. രേണു സുധി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും കൊച്ചിൻ്റെ കാര്യം. അതായത് രേണു സുധി നിലവിൽ 4th സ്റ്റേജ് ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. രേണുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ ഒരു കാരണവശാലും വേറെ ആർക്കും വിട്ടുകൊടുക്കരുത്. എൻ്റെ അച്ഛൻ തങ്കച്ചൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മ, പിന്നെ അല്ലെങ്കിൽ ഈ ചേട്ടനും ചേട്ടൻ്റെ ഭർത്താവും, ഇവർക്ക് മാത്രമായിരിക്കും പൂർണ്ണ അവകാശം, ഇവർക്ക് മാത്രമായിരിക്കും എൻ്റെ കുട്ടിയെ ഞാൻ വിട്ടുകൊടുക്കുന്നത് എന്നും രേണുവിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് കിച്ചുവിനോ അല്ലെങ്കിൽ സുധിയുടെ ഫാമിലിക്കോ കൊച്ചിൽ യാതൊരു അവകാശവും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് രേണു സംസാരിക്കുന്നത്. അപ്പം അതൊക്കെ സത്യം പറഞ്ഞാൽ അത് രേണുവിൻ്റെ തീരുമാനങ്ങളാണ്. മേ ബി എനിക്ക് തോന്നുന്നു ഈ കൊല്ലം സുധിയുടെ ഫാമിലിക്ക് കേസ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അവരിനി കേസിൻ്റെ കാര്യങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ മേ ബി കോടതി വിധിക്കുമായിരിക്കും കൊച്ചിനെ എന്ത് പറയണ്ട, കൊച്ചിനെ അവിടെയും ഇവിടെയും നിൽക്കാമെന്നുള്ള രീതിയിൽ. മോറോവർ ഇതൊരു ആൺകുട്ടി ആയതുകൊണ്ട് 10-18 വയസ്സൊക്കെ ആവുന്ന സമയത്ത് അവന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും പറ്റും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിനൊന്നും ഞാൻ ഇനി അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് പറയുന്നില്ല. ബിക്കോസ് രേണുവിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഞാൻ അറിഞ്ഞത് പ്രകാരം രേണുവിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം നല്ല രീതിയിൽ മോശമാണ്. അപ്പം പിന്നെയും നമ്മൾ അതിനെപ്പറ്റി കിടന്ന് ചകഞ്ഞ് പറഞ്ഞ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഒരു പ്രയോജനവും. പ്രധാനമായിട്ടും ഞാൻ ഈ ഒരു വിഷയം പിന്നെയും തൊട്ടത് ഈ അച്ഛൻ്റെ ഈ നിലപാടില്ലായ്മയായിട്ടുള്ള കുറച്ച് പ്രവർത്തികൾ കാരണമാണ്. എന്തായാലും ഇന്ന് രാവിലെ വന്ന അച്ഛൻ്റെ വീഡിയോ ഒന്ന് കാണാം. കണ്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ ആണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയോ കണ്ടന്റുകൾ ആവശ്യമായിട്ടുണ്ട്, അവരത് ചെയ്യുന്നു. ഞങ്ങൾക്ക് കണ്ടന്റിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്ഷാമമൊന്നുമില്ല. പക്ഷേ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ അനാവശ്യമായിട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആയത്. ഉള്ള കാര്യം പറയാമല്ലോ. അച്ഛൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക, ആ ഒരു കുടുംബത്തിൻ്റെ വിഷമത്തോടെ ചെന്ന് പങ്കുചേരുക, അതൊക്കെ നല്ല കാര്യമാണ്. കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ശത്രുത വെച്ചിട്ട് പോവാതിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് വലിയ കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ അച്ഛന് മുന്നോട്ട് പോകാമായിരുന്നു. വെറുതെ അനാവശ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുക, ആ ഒരു പയ്യനെ കിടന്ന് ഭീഷണിപ്പെടുത്തുക. പിന്നെ അത് മാത്രമല്ല, ഈ കിച്ചുവിനെ പറ്റിയിട്ടും കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. നമുക്കൊരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് എങ്ങനെ ഒരാളെ ബ്ലെയിം ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ കിച്ചുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ കുറ്റപ്പെടുത്തി തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ കേട്ടത് കാര്യങ്ങളെല്ലാം ഒന്നും സത്യമാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അതൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. വിരോധമില്ല. അവർ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കട്ടെ. അത് അവരുടെ ജോലിയുടെ ഭാഗം. ഞാനതിനെ എതിർക്കുന്നില്ല. കമൻറ്റ് എഴുതുന്നവരോട് എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സമയമുള്ള പോലെ കമൻറ്റുകൾ എഴുതുക, നെഗറ്റീവും പോസിറ്റീവും എഴുതുക. അതൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തും. നമ്മളെ നല്ലത് മാത്രം പറയണേ എന്ന് നമുക്കൊരിക്കലും ചെന്ന് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനിപ്പം വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിനകത്ത് നെഗറ്റീവ് കാണും, പോസിറ്റീവ് കാണും. അതങ്ങനെയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ്. ഇതുള്ളിടത്തോളം കാലം ഈ ഒരു കമൻറ്റും ഉണ്ടാകും. ഇതുപോലെ പല ഫേക്ക് ഐഡിയും ഉണ്ടാകും, ചീത്തവിളിയും ഇതെല്ലാം ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വേണം ഇതിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കാൻ. ഇതൊന്നും നമുക്ക് ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നിൽക്കരുത്. പറയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതിനെനിക്കെതിരില്ല. യാതൊരു വിവാദത്തിൽ പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദങ്ങൾക്ക് തിരികൊളുത്തുവാനോ വിവാദങ്ങൾ അവസാനിക്കണമെന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും. വിവാദത്തിന് തിരികൊടുത്ത മെയിനായിട്ടുള്ളൊരു വ്യക്തിയാണ് അച്ഛൻ. അനാവശ്യമായിട്ട് ആ ഒരു പയ്യനെ കിടന്ന് ത്രട്ടി എന്നുള്ള രീതിയിൽ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കിച്ചുവിന് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്. അപ്പം കിച്ചുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ കിച്ചു എന്ന് പറയുന്നൊരു വ്യക്തി എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാരുടെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് അവരാരും അത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അത് ചെയ്തത് തെറ്റാണെന്ന് പറയാനോ അവരാരും ശ്രമിക്കത്തില്ല.
അപ്പം അച്ഛൻ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും സംസാരിക്കാൻ. നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ഉള്ളിൽ ഈ പറയുന്ന കിച്ചുവിനോട് ദേഷ്യവും വിരോധവും ഒക്കെ മേ ബി ഉണ്ടായിരിക്കാം എന്നും പറഞ്ഞിട്ട് നിങ്ങളത് ജനങ്ങളുടെ മുന്നിൽ വന്ന് പറയുമ്പം അവരത് ഏറ്റെടുക്കണമെന്നില്ല. പണ്ട് ഇതേ കണക്കായിരുന്നു. ഈ പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ബിഗ് ബോസിലെ താരങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫാൻസ് അത് വിശ്വസിക്കാനോ അത് ഉൾക്കൊള്ളാനോ നിൽക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് ഒരാളെ നമ്മൾ ആരാധിച്ച് കഴിഞ്ഞാൽ അവർ ആ ആളെ തന്നെ മുറുക്കി പിടിച്ചുകൊണ്ടേയിരിക്കും. നാളെ ആ ആൾ ഒരു ഒരു കൊലക്കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആൾക്കാരത് വിശ്വസിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പം ജനങ്ങൾ അങ്ങനെയാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു രീതി അങ്ങനെയാണ്. ഇനി വേറൊരു കാര്യങ്ങൾ നോക്കണം. ഇപ്പം ഈ രേണുവിന് ക്യാൻസർ വന്നത് നന്നായി, രേണു മരിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ രേണുവിനെ കുറ്റപ്പെടുത്തുന്ന കുറേ ആൾക്കാരുണ്ട്. രേണു നാളെ എന്തെങ്കിലും സംഭവിച്ചു നോക്കട്ടെ, ഈ പറയുന്നവരെല്ലാം നേരെ വന്ന് തിരുത്തി പറയും, അയ്യോ എന്നാലും മരിച്ചു പോയല്ലോ. എന്നിട്ട് നമ്മളെല്ലാവരും വന്ന് തെറി വിളിക്കും, നീയൊക്കെ എല്ലാണോ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നോ. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു രീതി. പറയാനുള്ളത് എനിക്ക് യാതൊരു വിവാദങ്ങളുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. രാഹുൽ ദാസിനോടും യാതൊരു വിധമായ ശത്രുതയോ ദേഷ്യമോ ഇല്ല, ചേർത്ത് നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ. രാഹുൽ ദാസിനോടും യാതൊരുവിധ ശത്രുതയില്ല, ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കൊള്ളാവോ? അവനെ പോയി ഭീഷണിപ്പെടുത്താനും എടുക്കാനും അതൊന്നും ഒട്ടും ശരിയുള്ളൊരു ഏർപ്പാടല്ല. രണ്ടാമതൊരു കാര്യം, ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു മനുഷ്യരെയും അന്ധമായിട്ട് പോയി ആരാധിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ കിച്ചുവിൻ്റെ കേസ് ആയിക്കോട്ടെ, ബാക്കിയുള്ളവരുടെ ആയിക്കോട്ടെ, അവരെ പോയി ഓവറായിട്ട് ആരാധിക്കാൻ, അവരെ പോയി ഓവറായിട്ട് ഇഷ്ടപ്പെടാനും നിൽക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം നിങ്ങളെല്ലാവരും ചിന്തിക്കും ഞാൻ വന്നിരുന്ന് കിച്ചുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കണോ എന്ന്. ഞാൻ അങ്ങനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ എന്തെങ്കിലും അങ്ങനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ കണ്ണിൽ വ്യക്തമായിട്ടുള്ള വിത്ത് എവിഡൻസ് ഉൾപ്പെടെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും അവനെ വിമർശിച്ചിരിക്കും. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു വിഷയമാണ്. അത് ആ ഒരു രീതിയിലേ കാണാവൂ. അല്ലാതെ ഇതെല്ലാം തലയ്ക്കെടുത്ത് പിടിച്ച് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും ഓവർ അഡിക്റ്റഡ് ആയിട്ട് ഈ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആവരുത്. ഇപ്പോൾ അറിഞ്ഞിടത്തോളം ഈ ഒരു വിഷയത്തിൽ ഒരു മനുഷ്യനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കിച്ചുവിനെ ആയിക്കോട്ടെ, രേണു ആയിക്കോട്ടെ, ആരെ ആയിക്കോട്ടെ. അപ്പോൾ രേണുവിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ രേണുവിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല. രേണു സോഷ്യൽ മീഡിയ കാണിക്കുന്ന കാര്യത്തിനകത്തൊട്ടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അത് ആ ഒരു സാധനം കഴിഞ്ഞു, അത് വിട്ടു. പക്ഷേ രേണുവിൻ്റെ കണ്ടീഷൻ ഭയങ്കര ബാഡാണ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് രേണുവിനെ വീണ്ടും എടുത്ത് ഓരോന്ന് പറയാനും കുറ്റം പറയാനും അത് ശരിയല്ല. കാര്യം നാളെ ഒരു കാലത്ത് അവർക്ക് ഇനി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടൻറ്റേ ഞാൻ ഉപേക്ഷിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഡെയിലി 1-2 വീഡിയോ വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ ബാക്കിലോട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാര്യം രേണു അങ്ങനെയുള്ള കണ്ടൻ്റ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ബേസിക്കലി ഒന്നും പറയാൻ തോന്നുന്നില്ല. കാര്യം എന്തോ പറയണ്ട, ഇത്രയും ഒരു മാരകമായ ഒരു അസുഖത്തിൽ പിടിപെട്ടൊരു വ്യക്തി, കുറേ ആൾക്കാർ പറയുന്നുണ്ട് എന്തുവാ സെക്കൻഡ് സ്റ്റേജാണ്, സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, ഇതൊക്കെ ചുമ്മാ അഭിനയമാണ്. ഒരു അഭിനയമല്ല. ജെന്യുവനായിട്ട് രേണുവിന് അസുഖമുണ്ട്. പിന്നെ രേണു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രം നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ഈ പുള്ളിക്കാരത്തേക്ക് കീമോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയിൽ താങ്ങാനുള്ള ആ ഒരു ശക്തി ഇല്ല. അത്ര ഹെൽത്തി അല്ല രേണു എന്ന് പറഞ്ഞ രേണുവിൻ്റെ ശരീരവും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. വീണ്ടും കീമോ എടുത്ത് റിക്കവറായി, ഇനിയിപ്പോൾ ഇൻ കേസ് റിക്കവറായി വന്നു കഴിഞ്ഞാലും ഇവരുടെ ജീവിതകാലം മുഴുവൻ ഇവരിത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് വീണ്ടും വരുന്നുണ്ടോ, ഇത് എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. മനസ്സിലായ? ഇപ്പം ഇവർ പണ്ട് സോഷ്യൽ മീഡിയ ചെയ്ത സാധനങ്ങൾക്ക് നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നെയും നമ്മൾ വന്നിരുന്ന് അവരെ ആക്ഷേപം പറഞ്ഞിട്ട് പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. വാക്കിടോ കേൾക്കാം. എനിക്ക് രാഹുൽ ദാസുമായിട്ട് യാതൊരു വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ ഒന്നും തന്നെയില്ല. കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിനും ഋതുൽ ദാസിനും അവകാശപ്പെട്ട വീടിന് മുൻപിലാണ് നിൽക്കുന്നത്. അത് അവരുടെ വീടാണ്, അവരവിടെ സന്തോഷമായി ജീവിക്കട്ടെ. സോഷ്യൽ മീഡിയ അച്ഛൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് ഋതുൽ ദാസിന് അവർക്കൊക്കെ അവകാശപ്പെട്ട വീടാണ് അതാണെന്ന്. പക്ഷേ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അവനവിടെ ഒരു റൂമുണ്ട്, അവൻ വന്ന് കടന്നോട്ടെ. ആ ഒരു രീതിയിലൊന്നും ഒരിക്കലും നിങ്ങൾ ദാനമായിട്ട് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ വന്ന് നിങ്ങൾ സംസാരിക്കുന്നതിന് അത് എന്തൊരർത്ഥമാണത്? അതെന്ത് ലോജിക്കുണ്ട് അതിനകത്ത്? അച്ഛൻ തന്നെയാണ് ഇതെല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. കുറേ നാളുകൾക്ക് മുന്നേ അച്ഛൻ പറഞ്ഞിരിക്കുന്ന വേറെ ഒരു കാര്യം കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം, ഇതൊന്ന് കഴിയിട്ട്. സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനും രാഹുൽ ദാസുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. വ്യക്തിപരമായിട്ട് ഞാൻ ഇന്ന് വരെ ആകെ 2 വട്ടമേ രാഹുൽ ദാസിനെ കണ്ടിട്ടുള്ളൂ.
സോഷ്യൽ മീഡിയയാണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, നമ്മൾ കേൾക്കുന്നത് മാത്രം വിശ്വസിക്കരുത്. അച്ഛൻ 2 വട്ടം മാത്രമേ ഈ പറയുന്ന പയ്യനെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ അവനെ പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല. പക്ഷേ എന്നാൽ പോലും അച്ഛൻ്റെ വായിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അച്ഛൻ ഒന്ന് മനസ്സിലാക്കി നോക്ക്. അച്ഛൻ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ വിളിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഓരോന്ന് അച്ഛൻ ഷെയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. രേണുവിനെ പറ്റി അവരെ പറ്റിയല്ല. നമ്മൾ ഇന്നേ വരെ അത് പറയാനും എടുക്കാനോ നിന്നിട്ടുണ്ടോ? നിന്നിട്ടില്ല. നമ്മൾ ഓരോ ആൾക്കാരെ പറ്റിയിട്ട് ഓരോന്ന് പറയുമ്പോൾ നമുക്കതിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. ഇനി കുറേ നാളുകൾക്ക് മുന്നേ തങ്കച്ചനെ പറ്റിയും രേണുവിനെ പറ്റിയൊക്കെ അച്ഛൻ പറഞ്ഞൊരു വീഡിയോ ഞാനിവിടെ കാണിക്കാം. 100% എനിക്ക് ഇതിനു മുൻപേ ഇന്നു വരെ എനിക്ക് ഒരു ത്രെട്ട് ഉണ്ടായിട്ടില്ല. വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നോ ത്രെട്ട് വന്നിട്ടില്ല. എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്, തനിച്ച് പാർക്കുന്ന ഒരു മനുഷ്യനാണ്. കേട്ടല്ലേ, ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ വന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വെറുതെ വന്നിരുന്നിട്ട് അച്ഛൻ നാറാനായിട്ട് നിൽക്കാതിരി. ഈ ഒരു വിഷയത്തിൽ നിന്നെല്ലാം മാറിയിട്ട് അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കിപ്പോൾ അതേ കണക്കിന് ദൈവത്തോർത്ത് മീഡിയക്കാർ പിന്നെയും ഈ ഒരു മനുഷ്യൻ്റെ അടുത്തോട്ട് ക്യാമറയും കൊണ്ട് ചെന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരി. അത് ചോദിച്ചുകൊണ്ട് പിന്നെയും അത് പബ്ലിക്കിൽ വരുന്നു, പിന്നെയും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവുന്നു. ഇത് വേറൊരു ലെവലിലോട്ട് ഈ ഒരു സാധനം പോകത്തേ ഉള്ളൂ. ഇതൊക്കെ എടുത്ത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യാൻ പറ്റും, നല്ലോണം ഊക്കി വിടാനൊക്കെ പറ്റും. പക്ഷേ അത് കൂടുതലായിട്ട് അത് ചെയ്യാനായിട്ട് തോന്നാത്തത് ഒന്നുമില്ലല്ലോ. ഈ മനുഷ്യനൊരു പുരോഹിതനല്ലേ, വെറുതെ ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആവേണ്ട ഒരു ആവശ്യമുണ്ടോ? രേണു ഇന്ന് പറയുന്ന കുറച്ച് കാര്യം ഞാനിവിടെ കേൾപ്പിക്കാം. പ്രധാനമായിട്ട് ഋതപ്പനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം ഞാനെടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുവാണ്. ബാക്കി പുള്ളിക്കാരത്തിയുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ പി ജി, അതായത് റിബിൾ ദാസിനെ തങ്കച്ചൻ പി ജി അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും വിശ്വാസമില്ല എന്റെ കുഞ്ഞിനെ. അത് മേ ബി അത് രേണുവിൻ്റെ ഇമോഷൻ ആയിരിക്കാം. ബിക്കോസ് ഇപ്പം നിലവിൽ നടക്കുന്ന കിച്ചുമായിട്ടുള്ള ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം രേണുവിന് ഇത് കംഫർട്ടബിളായിട്ട് തോന്നിയതിൻ്റെ പേരിലായിരിക്കും പറഞ്ഞത്. ആഫ്റ്റർ ഓൾ കൊച്ചിൻ്റെ അമ്മയാണ്. കൊച്ചിൻ്റെ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യാം കൊച്ചിനെ ആർക്ക് വിട്ടുകൊടുക്കണം എന്ന്, അല്ലാതെ പിടിച്ചു പറിക്കാനോ എടുക്കാനോ നടക്കുന്നൊരു കാര്യമല്ല. കാര്യം രേണു എപ്പോഴും ആ ഒരു കാര്യമേ പറയത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഋതപ്പനുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ് കിച്ചു, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ രേണുവിൻ്റെ ഇമോഷൻസും ഈ രേണുവിൻ്റേതായിട്ടുള്ള വാശികളും കാണുമായിരിക്കാം. ഇതിനകത്ത് ഇനിയിപ്പം ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞല്ലോ ഒറ്റ കാര്യമേ ഉള്ളൂ. വേണമെങ്കിൽ കൊല്ലം സുധിയുടെ ഫാമിലിക്ക് കേസ് കൊടുക്കാൻ പറ്റും. കൊച്ചിനെ കാണാനോ എടുക്കാനോ കൊച്ചിൻ്റെ അവകാശത്തിനോ കൊടുക്കാനായിട്ട് പറ്റും. എൻ്റെ ഒരു അറിവിൽ ലീഗൽ സൈഡ് പറഞ്ഞതാ, അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനൊന്നും പറ്റത്തില്ല. ബിക്കോസ് കൊച്ചിൻ്റെ അമ്മ തന്നെ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തേക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. പിന്നെ കുറേ പേര് ഹോസ്പിറ്റലിൽ വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു, അങ്ങോട്ട് വിളിക്കുന്നു. ഡേ, ഒരു കാര്യം മനസ്സിലാക്ക്, അവർക്ക് സുഖമില്ല എന്ന് പറയണത് ജെന്യൂനാണ്. പിന്നെ അത് എടുത്ത് വെച്ചിട്ട് നമ്മൾ അത് സംസാരിക്കുന്നതിനകത്തോട്ട് എനിക്കിത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സീരിയസ്ലി പറയാമല്ലോ. അവരിനി എങ്ങനെ ആയിക്കോട്ടെ, അവർ ഡാൻസ് കളിക്കുകയോ കളിക്കാതിരിക്കുകയോ ചാടിയോ തുള്ളിയോ എന്തെങ്കിലും ചെയ്തിട്ട് അവർ ഇത്രയും വലിയൊരു അസുഖം അവർ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അസുഖത്തിൻ്റെ വിവരമൊക്കെ അവർ എന്തോ കിഡ്നിയുടെ എന്തോ ഡയാലിസിസ് തുടങ്ങുന്നതെന്നൊക്കെ പറയുന്നു. പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറേ ഡീറ്റെയിൽസ് ആയിട്ട് മിക്ക ആൾക്കാർക്കും അറിയാം ഈ അസുഖത്തിൻ്റെ ഈ ഒരു കറണ്ട് സ്റ്റാറ്റസ്. അപ്പോൾ ആ അസുഖത്തിനെയും പിന്നെയും ആൾക്കാർ ചോദ്യം ചെയ്യുന്നതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി യോജിപ്പില്ല. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കുറേ ആൾക്കാർ മേ ബി വന്നിരുന്ന് എന്നെ തെറി വിളിക്കുമായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനല്ല. അസുഖം ആർക്കും വരാം, നമുക്ക് വരാം, നമ്മുടെ വീട്ടിൽ വരാം, നാളെ ആർക്കും സംഭവിക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലും, ഞാൻ എൻ്റെ മനസ്സിൽ പോലും ഈ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവും നമ്മളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാര്യം പുള്ളിക്കാരത്ത് റിക്കവറായിട്ട് വരണം, വീണ്ടും പഴയതുപോലെ വരണം, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പിന്നെ ഓരോന്നൊക്കെ കാണിച്ച് നമുക്ക് എടുത്ത് വെച്ച് പറയാം, ഒന്നുമില്ലല്ലോ. പക്ഷേ അസുഖത്തിനെ വരെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടും കളിയാക്കിക്കൊണ്ടും പിന്നെയും ഓരോന്ന് വിളിക്കുന്നതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി അത് യോജിക്കാനും പറ്റത്തില്ല. ആ ഒരു കണ്ടന്റ് എടുത്ത് വെച്ചിട്ടുള്ള പൈസയും വേണ്ട. റിബിൾ ദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവര് 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. അതിനുള്ള നിയമപരമായിട്ട് എന്തായാലും മുന്നോട്ട് തന്നെ ഞാൻ പോകും. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാനത് ചെയ്യും. ഈ 4 പേര് എന്നെ പൊന്നുപോലെ നോക്കുന്നുള്ളവര്, അപ്പൊ എന്റെ കുഞ്ഞിനെ അവർ നോക്കും. എന്റെ കണ്ണു മുന്നിൽ തന്നെ എന്റെ കുഞ്ഞ് കാണണം എപ്പോഴും, എന്റെ മരണം വരെ. അപ്പം
ഇത് ഒന്ന് അറിയിക്കാൻ വേണ്ടി, ആ നീക്കം ഞാൻ അറിഞ്ഞു, അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പബ്ലിക്കിന് മുന്നേ വന്നത്. അത് ആരാണെന്നോ ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അറിയാവുന്നവർക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ അറിഞ്ഞ വിഷയമാണ് എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കുന്നത്. പിന്നെ എന്നെപ്പറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവല്ലി ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്. എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ രേണു, നിങ്ങൾ രണ്ടുപേരും ഓരോന്ന് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്തത്. അല്ലാതെ നമുക്ക് തലയിൽ കൂടെ വണ്ടി വിടുന്നതൊന്നുമില്ല. കാര്യം നമ്മൾ ആ ഒരു സമയത്ത് അച്ഛൻ വെറും ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ആ ഒരു മനുഷ്യനെ ഇങ്ങനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പം ആ ഒരു മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങിയവരാണ് ഞങ്ങൾ. പക്ഷേ ആ ഒരു മനുഷ്യൻ തന്നെ അന്ന് എന്തെല്ലാം കാര്യങ്ങളായിരുന്നു രേണുവിനെ പറ്റി പറഞ്ഞത്. പക്ഷേ രേണുവിൻ്റെ അസുഖം കാരണം പുള്ളി അത് മനസ്സിലാക്കി, പുള്ളി അത് എന്താ പറയണ്ട, നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലിയുടെയും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം. അതുകൊണ്ട് ആ ഒരു വിഷയം കഴിഞ്ഞു. പക്ഷേ ഈ കിച്ചുവിൻ്റെ കേസിനകത്തോട്ടൊക്കെ അനാവശ്യമായിട്ടൊക്കെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഓരോ ഭീഷണിയും കാര്യങ്ങളും ത്രെട്ട് ചെയ്യാനൊക്കെ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ. കിച്ചുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് തെളിവുകളോ, കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി മോശമായിട്ട് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുറന്നു പറ. അവൻ്റെ തെളിവോ കാര്യങ്ങളുണ്ടെങ്കിൽ കിച്ചുവിനെ വിമർശിച്ചിരിക്കും. അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. അതിനകത്ത് ഒരുവിധ കൺസിഡറേഷനും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മനുഷ്യർക്കും പ്രത്യേകിച്ച് ഒരാൾക്കും ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? എല്ലാം തെറ്റ് ചെയ്ത് ആര് ചെയ്ത് കഴിഞ്ഞാലും, ഞാൻ ചെയ്ത് കഴിഞ്ഞാലും വേറെ ആര് ചെയ്ത് കഴിഞ്ഞാലും തെറ്റ് തന്നെയാണ്. അതിനെ ന്യായീകരിക്കാനും ഒരു മനുഷ്യരെ നിൽക്കത്തുമില്ല. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ടായിരുന്നു ആ അച്ഛൻ ഈ ഒരു വിഷയത്തിനകത്ത് ഇൻവോൾവ് ആയത്. അതെപ്പോഴും മനസ്സിലാക്കി. അല്ലാതെ അച്ഛനെ മനഃപൂർവ്വം കരിവാരി തേക്കണമെന്ന് ഇവിടെ ഒരു മനുഷ്യർക്കും ഇല്ല. ഈ അച്ഛൻ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ വീഡിയോ വരുന്ന സമയത്തും ഓരോരുത്തർക്ക് എടുത്ത് വെച്ച് ഷെയർ ചെയ്യുകയും അതിനകത്ത് പോയി കമൻ്റ് ഇടുകയും എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു രീതിയിലോട്ടുള്ള മാറുമ്പോഴത്തേക്ക് എങ്ങനെ ആ ഒരു വ്യക്തിയെ ഉൾക്കൊള്ളാൻ പറ്റും, എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇനി നാളെ ഒരു കാലത്ത് പുള്ളി നേരെ വന്ന് രേണുവിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയും? അതാ പറഞ്ഞാൽ പുള്ളിക്ക് ബേസിക്കലി ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയാണ് നിലവിലത്തെ കാര്യം. ഈ അച്ഛൻ്റെ ഈ ഒരു വിഷയം ഇതിനകത്ത് വന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് പിന്നെയും എടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. കാര്യം രേണുവിനെ പറ്റി എനിക്ക് ചെയ്യാനായിട്ട് ബേസിക്കലി താല്പര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം മോശമായിട്ടൊരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ പിന്നെയും എടുത്തു വെച്ച് നമ്മൾ പറയുകയും അനാവശ്യം പറഞ്ഞിട്ടും അതിനകത്ത് നിന്ന് എന്ത് സുഖമാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്? ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.